ദില്ലി തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്നതിൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. ഉത്തർപ്രദേശിലെ അയോധ്യ ക്ഷേത്രവും മറ്റും നിൽക്കുന്ന ആ ഒരു ജില്ലയിൽ, ആ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഇപ്പോൾ പ്രചരണമൊക്കെ വളരെ നേരത്തെ തന്നെ BJP മറ്റും ആരംഭിച്ചിരുന്നു. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മിൽക്കിപൂർ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ കോട്ടയാണ്, സിറ്റിംഗ് സീറ്റായിരുന്നു അവരുടെ. അവിടുത്തെ MLA ജയിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ പോയപ്പോഴാണ് അവിടെ സീറ്റ് ഒഴിവുവന്നത്. പാർലമെൻറ്റിൽ മത്സരിച്ച ആ MLA MP ആയി മാറുകയും ചെയ്തിരുന്നു. മിൽക്കിപൂർ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അജിത് പ്രസാദാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. BJPയിൽ തന്നെ ഒരു ഡസനോളം പേരാണ് സ്ഥാനാർത്ഥിത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയത്. 2 മുൻ MLA അതിൽ. എന്തിനേറെ പറയുന്നു, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സുരേന്ദ്രകുമാർ ജോലി പോലും രാജിവെച്ച് സ്ഥാനാർത്ഥിത്വത്തിനായി പ്രവർത്തനം തുടങ്ങിയിരുന്നു. പക്ഷേ ഒടുവിൽ നറുക്ക് വീണത്, അതായത് പാർട്ടി നടത്തിയ സർവേയിലും യോഗിയുടെ ഒരു നിർദ്ദേശത്തിലും നറുക്ക് വീണത് സ്ഥാനാർത്ഥിയായി മാറുന്നത് ചന്ദ്രഭാനു പാസ്വാനാണ്. പാസ്വാ വിഭാഗത്തിന് വലിയ വോട്ടുള്ള ഒരു മണ്ഡലമാണ് മിൽക്കിപൂർ. ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സമ്പർക്ക മേധാവിയായിരുന്നു. ഇപ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ചന്ദ്രഭാനു പാസ്വാനാണ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ 2 തവണയായിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബ രാം ലക്നാസ്, അദ്ദേഹം ഗ്രാമത്തലവനാണ്. RSS പശ്ചാത്തലമുള്ള വ്യക്തിയാണ്, RSS പശ്ചാത്തലമുള്ള കുടുംബമാണ്. ഏതായാലും ഒരു ചെറുപ്പക്കാരൻ, 1986 ജനിച്ച ഒരു നേതാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു ദളിത് മുഖം അണിനിരത്തിക്കൊണ്ടാണ് മിൽക്കിപൂർ എന്ന് പറയുന്ന രാജ്യം ശ്രദ്ധിക്കുന്ന വലിയ ഉപതെരഞ്ഞെടുപ്പിൽ യോഗിയും കൂട്ടരും കച്ചമുറുക്കുന്നത്. ഏതായാലും വമ്പന്മാർ അനവധി ഉണ്ടായിരുന്നു ലിസ്റ്റിലെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പുതുമുഖത്തിന് മുന്നിട്ട് ഇറക്കിയിരിക്കുന്നത്. പാസ്വാ വിഭാഗത്തിൽ നിന്നാണ്. സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ആ വിഭാഗത്തിൽ തന്നെയാണ്. ഏതായാലും പിന്നോക്ക ദളിത് പട്ടികജാതി പട്ടികവർഗ വോട്ടർമാർ ഏറെയുള്ള ഇവിടെ വളരെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ BSP ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് ഇറക്കുന്നില്ല എന്നുള്ളത് മത്സരത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം 2 പേർ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമായിട്ട് ഇപ്പോൾ മിൽക്കിപൂർ മാറുകയാണ്. മിൽക്കിപൂർ യോഗിയെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇപ്പോൾ നടന്ന 9 ഇടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ 7 ഇടവും BJP നേടിയെങ്കിൽ പോലും ഈ ഒരു സീറ്റ്, അതായത് അയോധ്യ തിരിച്ചു പിടിച്ചു എന്നൊരു തലക്കെട്ടാകും ഈ മിൽക്കിപൂർ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ. അതോടുകൂടി യോഗിയുടെ യോഗം കുറച്ചുകൂടി തെളിയുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്.